ഇത് ഏതായാലും ഇരുമുന്നണികളും കൂടി ഇവിടെ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയല്ല. ഞാൻ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഈ പ്രമേയം ഇവിടെ തറവക്കെട്ടി തള്ളാൻ പോണാണ്. ഇതേണ്ടോ പുലികളെല്ലാരും കൂടി തള്ളിയാൻ കളയാൻ പോണ LDF UDF ഒക്കെ പാസ്സാക്കി ഒന്നിച്ച് പാസ്സാക്കിയ പ്രമേയം അതിനുള്ള പരിപാടിയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാറ്റം ഉണ്ടാകും. കാരണം 10-70 പേരാണ് ഇവിടെ ഉള്ള ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവരാണ് ഇന്ന് BJP ചേർന്നേക്കുന്നത്. അവരാണ് ഈ മുദ്രാവാക്യം പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാക്കുന്നത് യാതൊരു സംശയമില്ല. തീപ്പൊരി മുന്നേറ്റം കേരളത്തിൽ BJP ഉണ്ടാക്കും സംശയമില്ലല്ലോ. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇതേ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ സത്യം എന്താണെന്ന് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമരത്തിന് മുൻപന്തിയിൽ അവർ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ തുടക്കമാണെന്ന് തന്നെ പറയുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP മുൻപൻ ജനതയെ പറ്റിക്കുകയാണെന്നുള്ള നിലവിലൊരു കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. LDF UDF ബില്ല് പാസ്സായതിനു ശേഷവും എന്താണ് പറയാനുള്ളത്? അവരിത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യം എന്ന് അറിയാലോ BJP-യിലോട്ട് ആൾക്കാരെ അടുക്കണം എന്ന് കാണുമ്പോൾ പറയാനുള്ള കാര്യമാണ്. കാരണം VD സതീശൻ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ സമയത്ത് സ്ഥലത്ത് എത്തിയിട്ടില്ല. പച്ച നുണകളാണ് പറയണത്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് അവരെക്കാളും വഖഫ് നിയമം എന്താണ്, ബില്ല് പാസ്സാക്കിയ ഭേദഗതി നിയമം എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് അവരെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റൂല. ഇപ്പോ മുസ്ലിം ലീഗ് കോടതിയിൽ പോകുന്നു പറയുന്നുണ്ട്, എന്താണ് അഭിപ്രായം? കോടതിയിൽ പോയാലും ഇത് നിയമം തന്നെയല്ലേ, നമ്മൾ പാസ്സാക്കിയ നിയമമല്ലേ അവിടെ കോടതിയിലായാലും പ്രാവർത്തി വെക്കണത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ നിയമം പാസ് കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ടും കാര്യമില്ലെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇതിൽ BJP അവസാന ഘട്ടം വരെ ഇനി മുന്നിൽ തന്നെ ഉണ്ടാവും. ഇവരുടെ വീട് ഇവർ ഈ കരമടക്കാനുള്ള അവസരം ഉണ്ടാക്കണവര് BJP മുൻപന്തിയിൽ ഉണ്ടാകും. അത് സംശയമില്ല. കാരണം ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ഏത് സമയം ഇന്നലെ നേരത്തെ സംസാരിച്ച ES പുരുഷോത്തമനൊക്കെ ഇന്നലെ രാത്രി 2 മണി വരെ അവരുടെ ഒപ്പം ഇരുന്ന് ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണവരുണ്ടായിരുന്ന ആളുകളാണ് ES പുരുഷോത്തമൻ അടക്കമുള്ള നേതാക്കന്മാര്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഞങ്ങൾ ഏത് സമയം ഉണ്ടാവും. ഇപ്പോ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാല് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇനി സഹായം ഉണ്ടാകേണ്ടത്. അത് അങ്ങനെ ഒരു സഹായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ ഒരു പ്രതികരണം. അതിനെ ഏത് തരത്തിൽ ഇനി പ്രതിരോധിക്കും? അല്ല, ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇത് പന്ത് BJP-യുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനിരിക്കുന്നുള്ളൂ. നമുക്ക് കണ്ടു നോക്കാം. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കാം. സർക്കാർ ഇവർക്കെതിരെയാണെങ്കിൽ ശക്തമായിട്ട് സർക്കാരിനെതിരെ നമ്മൾ മുൻപന്തിയിലുണ്ടാവും. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇടിയുന്ന അടിയുന്ന കമന്റുകൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ക്രൈസ്തവ സമൂഹമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കണം. കാരണം അവർക്കാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് അവർക്കെതിരെ പ്രതിഷേധിക്കും. ഹൈബീഡിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ MP അല്ലേ, ക്രിസ്ത്യൻ വോട്ടുകൾ വാങ്ങിയ ആള്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായി, സുപ്രിയയുടെയും പൃഥ്വിരാജിന്റെ നട്ടെല്ല് വെച്ച്. നട്ടെല്ലില്ലാത്തവൻ ആണെന്ന് 2 ദിവസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ നട്ടെല്ല് വാഴപ്പിണ്ടി പോലെ ഒടിച്ച് കളഞ്ഞ് എവിടെയോ കിടക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇവിടുത്തെ ജനങ്ങളോട് വെച്ച് പച്ചത്തിരി പറയും. സഭയുടെ നേതൃത്വം, കത്തോലിക്ക സഭയുടെ നേതൃത്വം കേരളത്തിലെ MP-മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന്. അത് പൂർണ്ണമായിട്ട് അവർ തള്ളുകയാണ് ചെയ്തത്. ഇനി ക്രൈസ്തവ സമൂഹം ഇനി ഒരു വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. കാരണം അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം, ജീവിക്കാനുള്ള ഒരു അവകാശത്തെ സംബന്ധിച്ച ആവശ്യം അവർ തള്ളിക്കളഞ്ഞെങ്കിൽ അതിലപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ലല്ലോ. കേരള നിയമസഭ പാസ്സാക്കിയ ബില്ല് അല്ലെങ്കിൽ സംയുക്തമായിട്ട് വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെതിരെ പാസ്സാക്കിയത് അറബിക്കടലിൽ നിങ്ങൾ ഇട്ടു. യെസ്, ഞങ്ങൾ ഇട്ടു. കാരണം പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് സുരേഷ് ഗോപി ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം ഈ പ്രമേയത്തെ കുറിച്ചായിരുന്നു. ഞങ്ങളെല്ലാം ഈ പാർലമെന്റ് സമ്മേളനം കണ്ടതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ പ്രമേയം ഇനി കടലിലാണെന്നുള്ളത് തീരുമാനിച്ചതാണ്. വരാൻ പോകുന്ന ദിവസങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാനിങ്? ഇനി ഞങ്ങളുടെ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, നിയമത്തിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി സഹായിക്കേണ്ടത്, ഇനിയാണ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പ്രതിപക്ഷം പറഞ്ഞത്. ഇനിയാണ് പറയേണ്ടത്. ഇനിയാണ് 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ ഇനിയാണ് പ്രതിപക്ഷം പറയേണ്ടത് 10 മിനിറ്റ് കൊണ്ട് മുൻപൻ ജനതയെ സഹായിക്കാൻ സർക്കാരിന് പറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് ഇനി മുതലാണ്. ഇനി അത് ഇവരതിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഭാരതം നോക്കിക്കണ്ട ഒരു സമരമാണത്. ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണത്. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ നിയമവശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഞങ്ങളെ മുൻപൻ ജനതയെ തള്ളിക്കളയാനായിട്ട് കേരള സർക്കാരിനാവില്ല. കാരണം ഭാരത ജനത മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ നിന്നേ പറ്റൂ ഞങ്ങളുടെ കൂടെ. ഇനി ഇതിപ്പോ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എന്താ നിങ്ങളോട് പറഞ്ഞത്? മുഴുവൻ അദ്ദേഹം കൂടുണ്ടാവുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചന്ദ്രശേഖർ സാർ പറഞ്ഞ കാര്യം ഇനി ഇവരാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കേരള സർക്കാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് വരെ, തുടക്കം മുതൽ
ഉണ്ടായതുപോലെ തന്നെ അവസാനം വരെ അവർ കൂടെ ഉണ്ടാവും എന്ന് ഈ പറഞ്ഞിട്ടുണ്ട്. സമരം ഇതുപോലെ തന്നെ സമാന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സമാന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിനിടയിൽ ചില സമരങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഭൂസംരക്ഷണ സമിതി ചെയർമാനും കൺവീനറുമാക്കി ഇരുന്ന് സംസാരിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും സമരം. ഇതിനോട് കോൺഗ്രസിനും LDF-നും വലിയ അല്ലെങ്കിൽ CPM-നും വലിയ രീതിയിൽ ഒരു വൈരാഗ്യ ബുദ്ധി തോന്നുന്നുണ്ടല്ലോ. അവരുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ നേരിടും ഇനി? ഞങ്ങൾ ഇപ്പോൾ നിയമം കൊണ്ടല്ല ഞങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയും ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ നിന്നിട്ടില്ല. പകരം ഞങ്ങളെ ആക്രമിക്കാനാണ് നിന്നത്. അപ്പോൾ ഞങ്ങളുടെ വശം ക്ലിയർ ആണെന്ന് ഈ ഭാരതീയ ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞങ്ങളുടെ വിരലിലെ വോട്ടവകാശമാണ്. ബില്ല് പാസ്സായതിനു ശേഷവും അവർ പറയുന്നുണ്ട് മുനമ്പം ജനതയ്ക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അവരങ്ങനെ പറയാനുള്ള കാരണം? എന്താണ്? അവർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ നിയമത്തിനെ കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല, ഇവരിത് വായിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുനമ്പത്ത് വന്നാൽ മുനമ്പം ജനത ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് മുനമ്പം ജനത ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ക്രൈസ്തവ ജനതയെ വലിയ തരത്തിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സംസാരങ്ങൾ CPM-ന്റെയും LDF-ന്റെയും ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ടാണ്? അവർക്ക് പേടിയാണോ ക്രിസ്ത്യാനികൾ മുഴുവൻ BJP-യുടെ ഭാഗമാകും അല്ലെങ്കിൽ BJP കോട്ടി എന്നുള്ള ഭയമാണോ അവരിങ്ങനെ പറയുന്നത്? നമുക്കറിയില്ല അവരുടെ എന്താണ് അവരുടെ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുനമ്പം ജനത ഇപ്പോൾ ഏറെക്കുറെ BJP-യിലോട്ട് ചായഞ്ഞു എന്ന് അവർ നേരത്തെ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഉള്ളിലൊരു ഭയമായിരിക്കും അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനായിട്ട് മുനമ്പം ജനത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകളായിട്ട് തന്നെ അവരത് കാണണം. അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് അവർ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ മറ്റ് സ്ഥലങ്ങളിലെ ആളുകൾ BJP-ക്ക് ഉപരിയായിട്ട് നിരവധി ജാതി സംഘടനകളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? അവരൊക്കെ നിലപാടുകൾ എങ്ങനെയാണ്? എല്ലാവരും നമ്മുടെ കൂടെ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഞങ്ങളുടെ ബിഷപ്പുമാരടക്കം, ഞങ്ങളുടെ വൈദികരടക്കം, ഞങ്ങളുടെ സന്യസ്തരടക്കം, ഈഴവ SNDP എല്ലാ ഗ്രൂപ്പും ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ട്. ചേച്ചി